പരിശോധനയ്ക്ക് ഉൾപ്പെടെ 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ വേണമെന്ന വിചിത്ര ആവശ്യവുമായി മോട്ടോർ വാഹന വകുപ്പ്. 52 വാഹനങ്ങൾ വാങ്ങണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ആവശ്യം സർക്കാർ തള്ളി. 10 ലക്ഷത്തിന് താഴെ വിലയുള്ള വാഹനങ്ങൾ വാങ്ങാനാണ് സർക്കാർ അനുമതി. ആർ രാജീവ് ചേരുന്ന വിവരങ്ങളുമായി. രാജീവ്, സാധാരണഗതിയിൽ ധൂർത്ത് പല രീതിയിൽ ഉണ്ടാകാറുണ്ടല്ലോ, അപ്പോൾ ആ കൂട്ടത്തിൽ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാകാം. വിവരങ്ങൾ എന്താണ്? സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങൾ സംസ്ഥാന സർക്കാർ തേടി. ഇതിൻ്റെ ഭാഗമായി മദ്യവില കൂട്ടുന്നു, അതുപോലെ തന്നെ വിവിധ ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സംസ്ഥാനം എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും സർക്കാർ നിർദ്ദേശം നൽകിയത് പരമാവധി വാഹന പരിശോധനകൾ നടത്തണം, പരമാവധി പിഴ ഈടാക്കണമെന്ന നിർദ്ദേശമായിരുന്നു പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും നൽകിയത്. ഇതിൻ്റെ ഭാഗമായി തന്നെ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും ഓരോ മാസവും ടാർഗറ്റ് നിശ്ചയിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ടാർഗറ്റ് അനുസരിച്ച് വരുമാനം സർക്കാരിലേക്ക് നൽകണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ്, അതായത് ഈ മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹന പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തണമെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകിയിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് 15 വർഷത്തിന് മുകളിൽ കാലപരിധിയുള്ള വാഹനങ്ങളാണ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ നിലവിൽ മോട്ടോർ വാഹന വകുപ്പിന് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കണം. ഇതിനൊപ്പമാണ് വിചിത്രമായ ഈ ആവശ്യം കൂടി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് വാഹന പരിശോധനയ്ക്ക് ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പിന് 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ ആവശ്യമാണ്. അത്തരം വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പണം അനുവദിക്കണം. 52 വാഹനങ്ങളാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് ചോദിച്ചിരിക്കുന്നത്. ഈ 52 വാഹനങ്ങളും 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ, അതായത് ഓഫ് റോഡ് യാത്രകൾക്കും ഒക്കെയാണ് ഈ 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. നേരത്തെ പോലീസിൽ 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത് പ്രധാനമായും പോലീസ് നൽകിയത് ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഈ വനമേഖലകളിൽ ഉൾപ്പെടെ സഞ്ചരിക്കണമെങ്കിൽ അവിടെ 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ ആവശ്യമാണ്, ഓഫ് റോഡ് വാഹനങ്ങൾ ആവശ്യമാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി കത്ത് നൽകിയപ്പോൾ ഈ വനമേഖലകളിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ സർക്കാർ അനുവദിച്ചിരുന്നു. അതേ മാതൃകയിൽ മോട്ടോർ വാഹന വകുപ്പിനും 52 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ വേണമെന്ന ആവശ്യമായിരുന്നു ഗതാഗത കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഈ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ചും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് ആ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുകയായിരുന്നു. 10 ലക്ഷത്തിന് താഴെ വിലയുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനാണ് നിലവിൽ അനുമതി നൽകിയിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആവശ്യം പൂർണ്ണമായും സർക്കാർ തള്ളിയിരിക്കുന്നത്. ഏതായാലും വിചിത്രമായൊരു ആവശ്യമാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പോലീസിന് വനമേഖലകളിലും മറ്റും ഈ ഓഫ് റോഡ് വാഹനങ്ങൾ ആവശ്യമാണ്. ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മോട്ടോർ വാഹന വകുപ്പ് അത്തരത്തിൽ വനമേഖലകളിൽ വാഹന പരിശോധന നടത്തുന്നില്ല. രക്ഷാദൗത്യങ്ങൾക്കുൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പിന് കൂടുതൽ വനമേഖലകളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമില്ല. ഇതിനിടെ എന്തിനാണ് ഈ 20 ലക്ഷത്തിനടുത്ത് വില വരുന്ന ഓഫ് റോഡ് വാഹനങ്ങൾ, 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെടുന്നത് എന്നതുപോലും വിചിത്രമായ കാര്യമാണ്. അതും 52 വാഹനങ്ങൾ വേണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വച്ചിരുന്നത്. ഏതായാലും അത് ധനവകുപ്പ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. 10 ലക്ഷത്തിന് താഴെ വിലയുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനാണ് നിലവിൽ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ സംസ്ഥാന പോലീസും കൂടുതൽ വാഹനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ വാങ്ങാൻ പണം അനുവദിക്കണമെന്ന ആവശ്യമാണ് പോലീസ് മേധാവി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പല പോലീസ് സ്റ്റേഷനുകളിലും 15 വർഷത്തിനും അപ്പുറം കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വാഹനങ്ങൾ മാറ്റണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയും സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ ആ ആവശ്യം ഇതുവരെ ധനവകുപ്പ് അംഗീകരിച്ചിട്ടില്ല. ഇതിനിടെയാണ് ഇത്തരമൊരു വിചിത്രമായ ആവശ്യം മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഉണ്ടായതും അത് സർക്കാർ തള്ളിക്കളഞ്ഞിരിക്കുന്നതും. ശരി രാജീവ്.